അത് നിങ്ങളല്ലേ പറയണ്ടത്, നിങ്ങളല്ലേ ഇതൊക്കെ പറയും. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതുവരെ. അതാണ് എന്റെ മനസ്സിൽ ചോദ്യം. ഞാനിപ്പോ 17 വർഷമായി പാർട്ടിയിൽ. ഈ 17 വർഷം ഈ കഥ കേൾക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? മാധ്യമക്കാർക്ക് വേറെ വേലയിൽ ഇരുന്നാണ് ചെറിയൊരു ചോദ്യം. കഴിഞ്ഞ കാര്യങ്ങളെ കുറിച്ച് സംസാരിച്ച കാര്യമില്ല. പറയാനുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞു. എല്ലാ മര്യാദയോടെ സ്നേഹത്തോടെ മുന്നോട്ട് പോകുന്നുണ്ട്. പോരെ എല്ലാ കാര്യങ്ങളിലും സ്വതന്ത്രമായ നിലപാട് സ്വീകരിക്കുന്നുണ്ട്. വികസന കാര്യത്തിലും ഒക്കെ പരസ്യമായ നിലപാട് സ്വീകരിക്കുന്നു. പലപ്പോഴും കോൺഗ്രസുമായി കോൺഫ്ലിക്ട് വരുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടാണ് പല അഭിപ്രായങ്ങൾ വരുന്നത്. അപ്പൊ അങ്ങേക്ക് പാർട്ടിയുടെ നിലപാടാണോ അല്ല ഇത്തരം കാര്യങ്ങൾ പാർട്ടിയുടെ ഒരു സ്റ്റാൻഡ് ഉള്ള സ്ഥിതിയിൽ ഞാൻ ഒരു വേറെ അഭിപ്രായം പറയാറില്ല. ചില വിഷയങ്ങളിൽ ആൾക്കാർ എന്റെ വ്യക്തിപരമായ അഭിപ്രായം ആവശ്യപ്പെടുമ്പോൾ ഞാനൊരു വ്യക്തിയായിട്ട് ഞാൻ എപ്പോഴും പറയും, ചിലപ്പോൾ തുടക്കത്തിലേ പറയും, ഞാൻ പാർട്ടിക്ക് വേണ്ടിയിട്ടല്ല സംസാരിക്കുന്നത്, പാർട്ടിയുടെ സ്റ്റാൻഡ് പാർട്ടി സ്പോക്സ്മാനോട് ചോദിക്കണം എന്റെ അഭിപ്രായത്തിൽ ഇതേത്. ഇന്ന് രാവിലെയും കൂടി നമ്മുടെ ഇവിടുന്ന് ഇറങ്ങുമ്പോഴേക്കും എക്കണോമിക് സർവേനെ കുറിച്ച് ചോദിച്ചു. അത് എക്കണോമിക് സർവേനെ കുറിച്ച് പാർട്ടി വല്ലതും പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് പഠിക്കാൻ കൂടി സമയം കിട്ടിയില്ല. ഞാൻ പറഞ്ഞു എന്റെ വ്യക്തിപരമായ അഭിപ്രായം ഇതാണ് പറഞ്ഞു. അപ്പൊ ഇങ്ങനെ ഓരോരോ കാര്യത്തിൽ ഞാൻ അഭിപ്രായം പറയും, നിങ്ങൾ ചോദിക്കും. ഇനി ഞാൻ നിങ്ങളോട് ഒരു ഉത്തരവും പറയാതിരിക്കുന്ന ഭേദമാണെങ്കിൽ നിങ്ങൾ പ്രിഫറൻസ് അതാണെങ്കിൽ അഭിമാനിച്ച് ഒരു ഉത്തരവും പറയുന്നുണ്ട്. കഴിഞ്ഞില്ലേ? മോദി സർക്കാരിന് പല കാര്യങ്ങളും പരസ്യമായി രാഹുൽ ഗാന്ധി പോലും എതിർക്കുന്ന ഒരു നേതാവിനെ അങ്ങ് പിന്തുണയ്ക്കുക. അതുപോലെ തന്നെ ചില വികസന കാര്യങ്ങളിൽ വികസന സമീപനങ്ങളിൽ മറ്റ് സർക്കാരുകൾ അനുകൂലമായ സമീപനം സ്വീകരിക്കുക. അപ്പൊ അങ്ങനെയാണ് ഒത്തുപോകുന്നത് എന്നുള്ള സംശയം. വികസന കാര്യങ്ങളിൽ സത്യമാണ്, ഞാൻ ചില നല്ല കാര്യങ്ങൾ കാണുമ്പോൾ അതിനെ ചൂണ്ടിക്കാണിക്കാൻ തയ്യാറാണ്. എന്റെ അഭിപ്രായത്തിൽ അതിന്റെ ഒപ്പം എന്റെ കുറ്റം പറയുന്നതോ ആക്ഷേപം ചെയ്യണതോ അതിന് കുറച്ചുകൂടി വിലയുണ്ടാവും. കാരണം ആൾക്കാർക്ക് അറിയാം ഞാൻ എല്ലാറ്റിനും എപ്പോഴും കുറ്റം പറയുന്ന ആളല്ല. ആ അടിസ്ഥാനത്തിലാണ് ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നേരെ മറിച്ച് രാഹുൽ ഗാന്ധിയെ കുറിച്ച് ഞാൻ ഒരു വിധത്തിലും ഏത് വിധത്തിലും അദ്ദേഹത്തിന് എതിര് പറയുന്ന ഒരു കാര്യത്തിനും ഞാൻ അംഗീകരിച്ചിട്ടില്ല. അദ്ദേഹം ഞങ്ങളുടെ നേതാവാണെന്ന് മാത്രമല്ല ആത്മാർത്ഥമായി നിൽക്കുന്നുണ്ട്. ഈ രാജ്യത്തിൽ പല കാര്യങ്ങൾക്ക് വേണ്ടി അദ്ദേഹത്തിന് ഒരു ശക്തമായ ഒരു സ്വരമാണ്. നിങ്ങൾക്കറിയാമല്ലോ, ഈ വർഗീയത, ക്രോധം, ഭിന്നിക്കുന്ന രാഷ്ട്രീയത്തിനെതിരെ സംസാരിക്കുന്ന ഒരാളായിട്ട് രാഹുൽ ഗാന്ധി എല്ലാവരും കാണുന്നു, ഇഷ്ടപ്പെടുന്നു. ഇതിനെക്കുറിച്ച് എനിക്കൊരു വേറെ രണ്ടഭിപ്രായമൊന്നുമില്ല. ഞങ്ങൾക്ക് ചില വിഷയങ്ങളിൽ പ്രത്യേകിച്ച് ഇന്നാള് ഈ കഴിഞ്ഞുപോയ ചില വിഷയങ്ങളിൽ അത് ഞാൻ പറഞ്ഞു, കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ചില വിഷയങ്ങളിൽ ഞാനൊരു എടുത്ത സ്റ്റാൻഡ് നിങ്ങൾക്കൊരു പ്രോ BJP ആയി കണ്ടു. ഞാൻ അങ്ങനെയല്ല കണ്ടത്. ഞാൻ പ്രോ ഗവൺമെന്റ് പ്രോ ഇന്ത്യ ആയിട്ടാണ് കണ്ടത്. ഞാൻ എപ്പോഴും പറയും, ചിലപ്പോൾ ചില വിഷയങ്ങൾ പ്രത്യേകിച്ച് അന്താരാഷ്ട്രീയ കാര്യങ്ങളിൽ എനിക്ക് രാഷ്ട്രീയം പറയാനല്ല ആഗ്രഹം, രാഷ്ട്രത്തിന് വേണ്ടി സംസാരിക്കാനെന്ന ആഗ്രഹം. അത് ഇതൊരു പുതിയ കാര്യമല്ല. എന്റെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് മുതൽക്കേ ഞാൻ എന്റെ എല്ലാ പ്രഭാഷണത്തിൽ പറയുന്ന ഒരു മുദ്രാവാക്യമാണ്. ശ്രീനാരായണ ഗുരു പറയില്ലേ, മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി. അതുപോലെ ഞാൻ പറയട്ടെ, രാഷ്ട്രം ഏതായാലും രാഷ്ട്രം നന്നായാൽ മതി. അതെന്റെ ഒരു പൂർണ്ണ വിശ്വാസമാണ്. അത് 2009 മുതൽ പറയാൻ തുടങ്ങിയ ഒരു കാര്യമാണ്. അതും പുതിയതല്ല, തിരുവനന്തപുരംകാർക്ക് ഒരു കേട്ടതാണ്. ഞാൻ ഒരു കാര്യം മാത്രമേ പറയുന്നുള്ളൂ, പാർട്ടിയുടെ ലൈനിനെ എതിരിക്കാൻ ഏത് പാർട്ടി അംഗത്തിനും അവകാശമില്ല എന്ന് ഞാൻ സമ്മതിച്ചു. അത് പൂർണ്ണമായിട്ട് പാർലമെന്റ് അകത്ത് എന്തായാലും പാർട്ടി എടുത്ത സ്റ്റാൻഡിൽ എപ്പോഴും ഞാൻ പാർട്ടിയൊപ്പം തന്നെ ഇവിടെ നിന്നിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഒരു ചിന്തയും വേണ്ട. നേരത്തെ പറഞ്ഞു മാധ്യമങ്ങളാണ് അങ്ങ് പാർട്ടി വിടുന്ന വാർത്ത കൊടുക്കുന്നത്. അങ്ങനെ ഉറപ്പിച്ച് പറയാൻ കഴിയും അങ്ങ് കോൺഗ്രസുകാരെ തന്നെ നിൽക്കും, BJP-യിലേക്കോ CPM-ലേക്കോ ഒന്നും പോയില്ല എന്ന് ഒരു സ്റ്റാൻഡ് അങ്ങനെ ഇപ്പോൾ പറയാൻ ആവശ്യമുണ്ട്. എന്തുകൊണ്ടാണ് ഞാൻ പറയാം, ഞാൻ എവിടേക്കും പോകില്ല, ഞാൻ കോൺഗ്രസ് തന്നെയാണ്, ഈ തെരഞ്ഞെടുപ്പിനെ സജീവമായി കാണും, UDF-ന്റെ വിജയത്തിന് വേണ്ടി ഇറങ്ങും, അതൊക്കെ പറയാം. പക്ഷെ അത് എന്നോട് മാത്രം ഇത് പറയാൻ ആവശ്യപ്പെടുന്നതാണ് ചോദ്യം. എന്താണ് എന്റെ ഒരു കുഴപ്പം? നിങ്ങൾക്ക് എന്നെക്കുറിച്ച് എന്താ നിങ്ങളുടെ മനസ്സിലുള്ള ചോദ്യം എനിക്ക് മനസ്സിലായിട്ടില്ല. പക്ഷെ എന്തായാലും ഞാനുണ്ട്, ഇനിയും കണ്ടുകൊണ്ടിരിക്കും. ഇനിയിപ്പോ ഞാൻ അടുത്ത ഇറങ്ങി